ഈ ഡോക്ടർ പൽപുവിനെ കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കുവാനുണ്ട്, നമ്മുടെ കുഞ്ഞുങ്ങൾ അറിയണം. അപ്പോൾ അങ്ങനെ നമ്മൾ പറഞ്ഞു വന്നത് ഗാരി ഡേവിഡ് ഒരു ഇന്ത്യക്കാരനെ കണ്ടു എന്നാ. അപ്പോൾ ആ മഹാനായ ഡോക്ടർ പൽപു തൻ്റെ ത്യാഗോജ്വലമായ ആ പ്രവർത്തനത്തിൻ്റെ എല്ലാം കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? തൻ്റെ മകനെ മഹാഗുരുവിന് സമർപ്പിച്ചു, പി നടരാജ ഗുരുവിനെ. അതായത് യൂറോപ്പിൽ വെച്ച് ഈ കപ്പലിൽ വെച്ച് ഗാരി ഡേവിഡ് ഒരു ഇന്ത്യക്കാരനെ കണ്ടെങ്കിൽ അത് യാദൃശ്ചികമല്ല, മഹാഗുരുവിൻ്റെ ആ ചിന്താവീക്ഷണമാണ്, ദീർഘവീക്ഷണമാണ് എന്ന് നമുക്ക് പറയുവാൻ സാധിക്കും. കാരണം ആ ഗാരി ഡേവിഡിനോടൊപ്പം നമ്മളുടെ ഡോക്ടർ പി നടരാജ ഗുരു, ഇന്ന് നാരായണ ഗുരുകുലൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിച്ച നടരാജ ഗുരു, ഒരുപാട് കാര്യങ്ങളുണ്ട്. നടരാജ ഗുരുവിനെയൊക്കെ നമ്മൾ ഒരുപാട് പഠിക്കുവാനുണ്ട്. കാരണം ആത്മോപദേശകത്തിൻ്റെ 35-ാമത്തെ പദ്യം മുതൽ 43-ാമത്തെ പദ്യം വരെ സർബോൺ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡോക്ടറേറ്റ് നേടുകയൊക്കെ ഉണ്ടായ മഹത് വ്യക്തിത്വമാണ് പി നടരാജൻ. മഹാഗുരുവിൻ്റെ ദർശനം ഈ ലോകമെങ്ങും പ്രചരിപ്പിക്കുവാൻ വേണ്ടി അഹോരാത്രം പ്രവർത്തിച്ച ഒരു ഗുരുദേവ ശിഷ്യൻ ഡോക്ടർ പി പൽപുവിൻ്റെ പുത്രനായ ഡോക്ടർ പി നടരാജൻ. എന്നോട് ഗാരി ഡേവിഡ് പറഞ്ഞു, എന്നോട് ഇങ്ങനെ ഒരു ലോകം എന്ന ആശയം പറഞ്ഞപ്പോൾ ഇവർ ഭ്രാന്തൻ എന്ന് വിളിച്ചു വന്നു. അപ്പം പറഞ്ഞു, എനിക്കും എൻ്റെ ഗുരുവിനും അങ്ങനെയാണെങ്കിൽ ഭ്രാന്തായിരിക്കുമല്ലോ എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് അങ്ങനെ ഒരു ലോകം എന്ന ഒരു ആശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം. നിങ്ങൾ ഇത് അതായത് യുക്തിപരമായി നിങ്ങളൊരു പ്രബന്ധം തയ്യാറാക്കി ഇതെല്ലാവരിലും എത്തിക്കുവാൻ ശ്രമിക്കണം. ഗാരി ഡേവിഡിന് ഒരു വിമാനം പറത്തുവാൻ മാത്രമേ അറിയുള്ളൂ, അല്ലാതെ ഒരു പ്രബന്ധം ഒന്നും തയ്യാറാക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു? ഈ നടരാജ ഗുരു തന്നെ ഇങ്ങനെ ഒരു പ്രബന്ധം തയ്യാറാക്കിയാണ് ലോക ഗവൺമെന്റിനുള്ള ഒരു മാനിഫെസ്റ്റോ, ഏകലോക ഗവൺമെന്റ് മാനിഫെസ്റ്റോ തയ്യാറാക്കി. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം ഇവർ രണ്ടുപേരും കൂടെ ന്യൂയോർക്കിൽ പോയി പ്ലാസയിൽ അവിടെ ഒരു ഏകലോക ഗവൺമെന്റ്, അതായത് ഒരു പാസ്പോർട്ട് ഓഫീസ് തുടങ്ങുക. ഏകലോക പാസ്പോർട്ട് ഓഫീസ്, വേൾഡ് ഗവൺമെന്റ് പാസ്പോർട്ട് ഓഫീസ്. അങ്ങനെ ആ പാസ്പോർട്ട് ഓഫീസിൽ ആദ്യമായിട്ട് നടരാജ ഗുരു ഒപ്പിട്ട ഒരു പാസ്പോർട്ട് ഈ ഗാരി ഡേവിഡിന് കൊടുക്കുകയാണ്. അതായത് അറബ് രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള 17 രാജ്യങ്ങളിൽ സഞ്ചരിക്കുവാനുള്ള ഒരു പാസ്പോർട്ട് ഒപ്പിട്ട് കൊടുത്തു. അതായത് ലോകത്തിൽ എവിടെ ചെന്നാലും അതിനകത്തുള്ള എഴുതിയിരിക്കുന്നത് ഒരു പൗരന്, അതായത് സഹോദരി സഹോദരനായിട്ട് കാണണം, എവിടെ ചെന്നാലും സഹോദരി സഹോദരനായിട്ട് കാണണം, അങ്ങനെയുള്ള നിബന്ധനകളെല്ലാം വെച്ച്, അതായത് ഒരു ജയിലിൽ അടച്ചു കഴിഞ്ഞാൽ അവർക്ക് അതിനൊരു തക്കതായ കാരണമില്ല അതിന് ശിക്ഷ കൊടുക്കുവാൻ, അങ്ങനെയുള്ളൊരു പാസ്പോർട്ടാണ് കൊടുക്കുന്നത്. അങ്ങനെ അദ്ദേഹം ഉള്ള രാജ്യങ്ങളിലെല്ലാം സഞ്ചരിച്ചു മഹാഗുരുവിൻ്റെ ദർശനം ഈ ലോകമെങ്ങും പ്രചരിപ്പിച്ചു. ഞാൻ വിചാരിക്കുകയാണ്, എൻ്റെ മനസ്സിൽ തോന്നിയത് ഈ ഏകലോക ഗവൺമെൻറ് അന്ന് ഗാരി ഡേവിഡ് ഉൾപ്പെടെയുള്ളവർ, നടരാജ ഗുരുവൊക്കെ അന്ന് പ്രാവർത്തികമാക്കി വന്ന് ഇന്ന് നമ്മുടെ തലമുറകൾ ഇങ്ങോട്ട് പ്രാവർത്തികമാക്കിയിരുന്നെങ്കിൽ ഇന്ന് ഈ യുദ്ധമൊക്കെ ഉണ്ടാകുമായിരുന്നോ? ഏകലോക ദർശനം എന്ന ആ വലിയൊരു ആശയം മുന്നോട്ട് നമ്മുടെ തലമുറകൾ പിന്തുടർന്നുവെങ്കിൽ ഇന്ന് നമ്മളൊക്കെ പേടിച്ചിരിക്കുകയാണ്, യുദ്ധം വന്ന് നമ്മൾക്കൊക്കെ എന്തെങ്കിലും സംഭവിക്കുമോന്നല്ലേ. ഇന്നിപ്പം വനിതകളുടെ നേതൃത്വത്തിൽ സൈനികം, അതായത് സോഫിയ ഖുർഷി, അതുപോലെ തന്നെ നമ്മളുടെ വിങ് കമാൻഡർ വ്യോമിക സിംഗും ഒക്കെ ഉൾപ്പെടുന്ന ഒരു സൈനികം, അതായത് ഇന്ന് വനിതകൾക്കൊക്കെ അഭിമാനത്തോടു കൂടി തലയുയർത്തി നിൽക്കാവുന്ന തരത്തിൽ എല്ലാ മേഖലകളിലും വനിതാ പ്രാതിനിധ്യം, അതായത് മഹാഗുരുവിൻ്റെ വലിയൊരു ദർശനമാണത്. സ്ത്രീകൾ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് വന്നു എന്ന് വീട്ടിൽ വെട്ടതൊരുപാട് പറഞ്ഞത് എന്താണ്? മഹാഗുരുവിൻ്റെ ആ വലിയൊരു ദർശനമാണ് അല്ലേ. വനിതകൾ അകത്തിരിക്കുക, സ്ത്രീകൾക്കും തുല്യ പ്രാധാന്യം കൊടുക്കണമെന്ന്. അപ്പം ഇന്ന് അവർ നയിക്കുന്ന ഒരു സൈനികമാണ് പ്രതിരോധ മന്ത്രാലയം. അതായത് പാകിസ്ഥാൻ എത്ര പ്രതിരോധം നമുക്ക് വേണ്ടി നമ്മളെ ഇങ്ങോട്ട് തകർക്കുവാൻ വേണ്ടി നോക്കിയപ്പോഴും ഒരു പരിക്കുമില്ലാതെ, ഒരുപാട് അപകടങ്ങളൊന്നുമില്ലാതെ അതിനെയെല്ലാം തകർക്കുവാൻ സാധിച്ചു. ഒക്കെ നമുക്ക് ഇന്ത്യക്ക് ഏറെ അഭിമാനിക്കാവുന്ന തരത്തിലാണ്. അപ്പം ഈ മഹാഗുരുവിൻ്റെ ആ വലിയൊരു ദർശനം ഈ ലോകമെങ്ങും പ്രചരിച്ചുകൊണ്ട് അതേ ഒരു ഏകലോക ഗവൺമെന്റ്, ഏകലോക ദർശനം പ്രാവർത്തികമാകുകയാണെങ്കിൽ നമ്മൾക്ക് ഒരൊറ്റ ലോകം, ഒരൊറ്റ ജനത, ഒരൊറ്റ നീതി എന്ന വലിയൊരു ആശയം സബലീകരിച്ചു കൊണ്ടുപോവുകയാണെങ്കിൽ ഇങ്ങനെയൊരു യുദ്ധമൊന്നും ഉണ്ടാവില്ല. മഹാഗുരുവിൻ്റെ ദർശനവും അതുതന്നെയായിരുന്നു. എല്ലാവരും അതായത് ഒന്നിച്ച് ഏകലോക മാനവിക ഐക്യമായിരുന്നു. മനുഷ്യന് കൽപ്പിക്കുന്ന സകല ഭേദചിന്തകളെയും അനാചാരങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും ഐത്തങ്ങളെയും യുക്തിപരമായും ധാർമ്മികപരമായും ജീവശാസ്ത്രപരമായും ഭേദിച്ചുകൊണ്ട് വിശ്വസാഹോദര്യത്തിന്റെ ശ്രീകോവിലാണ് നമുക്ക് ഭഗവാൻ തുറന്നു തന്നത്. നമുക്കറിയാം, പാശ്ചാത്യനായ നമ്മളുടെ ഒരു വിദേശനായ ഒരു സന്യാസി ശിഷ്യൻ ഏണസ്റ്റ് കർക്ക് ഗുരുവിന്റെ വലിയൊരു ഏകലോക ദർശനത്തിന്റെ വലിയൊരു ഉദാഹരണമാണ് അദ്ദേഹം. കാരണം അദ്ദേഹം ഈ ലോകത്തിൽ, അതായത് ഭാരതത്തിലുള്ള ആധ്യാത്മ സമ്പ്രദായങ്ങളിലൊക്കെ ആകർഷനായി. കാരണം താൻ പൂർണ്ണനായി ഒരു ഗുരുവിനെ തപ്പി നടക്കുകയാണ്.
എല്ലാ പ്രജ്ഞ കൊണ്ട് സാധന കൊണ്ടും ഒക്കെ ആരാണ് ഇതിൽ പൂർണ്ണനെ, ഒരു ഗുരുവിനെ എനിക്ക് കാണണമെന്ന ആഗ്രഹത്തിൽ അങ്ങനെ നടക്കുമ്പോൾ ഭാരതത്തിൽ വന്ന് ആധ്യാത്മ സമ്പ്രദായങ്ങളിലൊക്കെ ആകർഷനായി അദ്ദേഹം ശ്രീരാമകൃഷ്ണ മിഷൻ, വിവേകാനന്ദ ആശ്രമങ്ങളിലൊക്കെ താമസിച്ച് അങ്ങനെ ചെന്നൈയിൽ വന്ന് രമണ മഹർഷിയെ കാണുകയും രമണ മഹർഷി മുഖേന ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ച് അറിഞ്ഞ് ശിവഗിരിയിലെത്തുകയും ശിവഗിരിയിലെത്തി ഗുരുവിനെ കണ്ട് ഗുരുവിൽ ആകർഷനായി ഇങ്ങനെ നിൽക്കുമ്പോൾ അവിടെ വലിയൊരു സംഭവം ഉണ്ടാകുന്നു. ആദ്യത്തെ വിവാഹം ശാരദാമഠത്തിൽ വെച്ച് നടക്കുന്നു. ആരൊക്കെ തമ്മിലാണ്? ആ മഹാഗുരുവിന്റെ വലിയൊരു ഏകദോലക ദർശനം തന്നെ അവിടെ കാണുവാൻ സാധിക്കും. അതായത് കൊല്ലം പരവൂരിലുള്ള കരുണാകരൻ എന്ന യുവാവ് ജർമ്മനിയിലുള്ള മാർഗരറ്റ് എന്ന യുവതിയുമായി പ്രണയത്തിലാകുന്നു. അങ്ങനെ അവര് തമ്മിൽ വിവാഹം നടത്തുവാൻ വേണ്ടി വീട്ടുകാരോട് ചോദിക്കുമ്പോൾ വീട്ടുകാരെന്നാ അവര് വലിയ ജാതിയുടെയും മതത്തിന്റെയും ഒക്കെ വലിയ തലപ്പത്തിരിക്കുന്നവരായതുകൊണ്ട് അവർക്ക് അത് സമ്മതിക്കുവാൻ വേണ്ടി വലിയ ബുദ്ധിമുട്ട്. അപ്പോൾ ഉടനെ ഗുരു പറഞ്ഞു, ഈ വിവാഹം ശാരദാ മഠത്തിൽ വെച്ച് നടക്കട്ടെ എന്ന് പറയുകയാണ്. പക്ഷെ ഗുരുവിന്റെ ആജ്ഞ അവർക്ക് അനുസരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ മാർഗരറ്റിന്റെയും കരുണാകരന്റെയും വിവാഹം മഹാഗുരു വരണമാല്യം എടുത്തു വെച്ചുകൊണ്ട് ആദ്യത്തെ വിവാഹം നമ്മളുടെ ശാരദാ മഠത്തിലാണ് നടക്കുന്നത്. അതൊക്കെ കണ്ട് ഈ ഏണസ്റ്റികർക്ക് ആകർഷണമായ ഗുരുവിലേക്ക് ആകർഷണാവുക കൂടുതൽ. അതായത് താൻ തിരക്കി നടന്ന ആ ഗുരു ഇത് ശ്രീനാരായണ പരമഹംസദേവൻ തന്നെയാണെന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് അദ്ദേഹം സന്യാസ ദീക്ഷ സ്വീകരിക്കാൻ ആഗ്രഹമുണ്ടെന്ന് ഗുരുവിനോട് പറയുക. അങ്ങനെ കുറച്ചുനാൾ കാത്തിരുന്ന് വിജയദശമി നാളിൽ ശിവഗിരിയിൽ വെച്ച് ശാരദാ മഠത്തിൽ വെച്ച് ഈ സന്യാസ ദീക്ഷ കൊടുക്കുമ്പോൾ എല്ലാവരെയും വിളിച്ച് ഓരോരുത്തർക്ക് സന്യാസ ദീക്ഷ, അതായത് തലമുണ്ടനം ചെയ്യുവാനും വ്രതം നോക്കുവാനും ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ വ്രതം നോക്കുവാനും തലമുണ്ടനം ചെയ്യുവാനും പറഞ്ഞപ്പോൾ ഏണസ്റ്റ് കിർക്കിനോട് പറഞ്ഞു, നിങ്ങൾ തലമുണ്ടനം ചെയ്യണ്ടെന്ന് പറഞ്ഞു. അത് തന്നെ അദ്ദേഹത്തിന്റെ മനസ്സിൽ വലിയൊരു സന്തോഷം തന്നെയാണ്. നമ്മളുടെ താൻ മനോഹരമായി സൂക്ഷിക്കുന്ന തൻ്റെ മുടി മുണ്ടനം ചെയ്യണ്ട എന്ന് പറഞ്ഞ് അതിനുശേഷം എല്ലാവർക്കും വസ്ത്രമൊക്കെ എടുത്ത് കാവ്യ വസ്ത്രമൊക്കെ ഓരോരുത്തർക്ക് കൊടുക്കുമ്പോൾ ഏണസ്റ്റ് കിർക്കിന്റെ ഊഴം വന്നപ്പോൾ അദ്ദേഹം അടുത്ത് ചെന്നപ്പം പറഞ്ഞു, നിങ്ങൾക്ക് ഇവിടെ നിൽക്കൂ, ഒരു മിനിറ്റ്, ഞാൻ ഒരു പൊതി കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്, അത് കൊണ്ടുവരട്ടെ എന്ന് പറഞ്ഞ് ആ പൊതി അഴിച്ചു നോക്കുമ്പോൾ അതിൽ പാൻറ്റും ഷർട്ടും ടൈയും ഒക്കെ ആയിരുന്നു, കോട്ടും ടൈയും ഒക്കെയാണ്. അത്ഭുതപ്പെട്ടു. എന്നിട്ട് പറഞ്ഞു ഇത് ഇടുവാൻ പറഞ്ഞു, പാൻറ്റും ഷർട്ടും ഒക്കെ ധരിച്ചിട്ട് വരാൻ. ഇട്ടിട്ട് വന്നപ്പോൾ കോട്ട് മഹാഗുരുവിന്റെ കയ്യിൽ വെച്ച് തന്നെ ടൈ കെട്ടിക്കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഇത് മതി വേഷം, നിങ്ങളുടെ ആ സംസ്കാരം ഒന്നും മാറ്റേണ്ട എന്ന് പറഞ്ഞു. എന്നിട്ട് അത് പറഞ്ഞു, നിങ്ങളുടെ പേര് ഏണസ്റ്റ് കിർക്കിന്റെ കൂടെ സ്വാമി എന്ന് ചേർത്താൽ മതി. അതായത് അദ്ദേഹത്തിന്റെ ആ വലിയൊരു സംസ്കാരവും ആ ഒരു ഭാവനയും ഒക്കെ മാറ്റണ്ട എന്നാണ് ഗുരു പറഞ്ഞത്. ഗുരുവിന് വേണമെങ്കിൽ സന്യാസ ദീക്ഷ സ്വീകരിക്കാൻ വന്ന ഒരു വിദേശിയായ ഒരു ശിഷ്യനോട് തീർച്ചയായിട്ടും സന്യാസി വേഷമൊക്കെ കൊടുത്ത് തൻ്റെ ഒരു വിദേശി സന്യാസി ശിഷ്യനാന്ന് പറഞ്ഞ് ഗുരുവിന് പറയാമായിരുന്നു. പക്ഷെ ഗുരു എന്താ ചെയ്തത്? അവിടെയാണ് ഗുരുവിന്റെ ആ ഏകലോക ദർശനം. ഗുരു എല്ലാം ഒന്നാണെന്ന്, എല്ലാവരെയും ഒന്നായി കാണുവാനാണ് ശ്രമിച്ചത്. അതുപോലെ തന്നെയാണ് ആലുവ അദ്വൈതാശ്രമത്തിൽ ഗുരു സംസ്കൃത പാഠശാല തുടങ്ങുമ്പോൾ അവിടെ പഠിക്കുവാൻ വേണ്ടി വന്ന ഒരു ക്രിസ്തീയ സമുദായത്തിലെ ഒരു കുട്ടിയെ ചാക്കോ എന്ന് പറഞ്ഞ് കുറേ നാളുകൾ അവിടെ പഠിക്കുവാനുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഗുരുവിനോടുള്ള ആരാധന മൂത്ത് അദ്ദേഹം എന്ത് ചെയ്തു? ചാക്കോ എന്ന പേര് മാറ്റി ശ്രീനാരായണ ദാസായി സ്വന്തം സന്യാസി വേഷമൊക്കെ സ്വീകരിച്ച് പിന്നീട് ഗുരു അവിടെ ചെല്ലുമ്പോൾ കാണുവാൻ ചെല്ലുകയാണ്. അപ്പോൾ ഗുരു പറഞ്ഞു, എനിക്ക് ശ്രീനാരായണദാസിനെ അറിയില്ല, എനിക്ക് ചാക്കോയെ അറിയത്തുള്ളൂ, ചാക്കോ ആയിട്ടിരുന്നാൽ മതി. ഗുരു അവിടെയും പേരൊന്നും മാറ്റുവാനോ ജാതി മാറ്റുവാനോ മതം മാറ്റുവാനോ ഒന്നും പറഞ്ഞില്ല. അവിടെയാണ് ഗുരുവിന്റെ ആ ദർശനം നമ്മൾ വലുതായി കാണേണ്ടത്, എല്ലാവരെയും ഒന്നായി കാണുക എന്നുള്ളത്.